മമ്മൂട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം. CPM സൈബർ പോരാളികളാണ് മമ്മൂട്ടിക്കെതിരെ രംഗത്ത് എത്തിയത്. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കവേ CPM ജില്ലാ സെക്രട്ടറി റഫീഖിനെതിരെ നടത്തിയ പരാമർശമാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ. എന്റെ കൂടെ നടക്കുന്നത് എന്തിനെന്നും അങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതാകുമെന്ന് വിചാരിക്കില്ലേ എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. വിവരങ്ങളുമായി രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, മമ്മൂട്ടിയുടെ ചോദ്യം, ആ ചോദ്യത്തിൽ വിരൽ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPMന്. കടുത്ത സൈബർ ആക്രമണമാണ് താരത്തിനെതിരെ. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും രാഖി, ഈ മമ്മൂട്ടിക്കെതിരെ വലിയ തോതിലുള്ള കടുത്ത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് തന്നെയാണ് ഈ CPM സൈബർ പോരാളികൾ ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ വയനാട് ടൗൺഷിപ്പ് സന്ദർശനം മമ്മൂട്ടി നടത്തിയിരുന്നു. ഇതിനിടയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന റഫീഖിനെതിരെ നടത്തിയ ഒരു പരാമർശമാണ് ഇത്തരത്തിൽ സൈബർ പോരാളികൾ അല്ലെങ്കിൽ CPMനെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ ടൗൺഷിപ്പ് സന്ദർശനത്തിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന റഫീഖും മമ്മൂട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് മമ്മൂട്ടി ഇത്തരത്തിൽ എന്തിനാണ് തൻ്റെ കൂടെ നടക്കുന്നത്, ഇങ്ങനെ നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കുമില്ലേ ആളുകൾ എന്നുള്ള രീതിയിലൊരു ചോദ്യം റഫീഖിനോട് മമ്മൂട്ടി ചോദിച്ചിരുന്നു. ഇതാണ് വലിയ തോതിൽ ഈ സൈബർ പോരാളികളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിക്കെതിരെ ഉയർന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഈ രീതിയിലാണ്: പ്രിയപ്പെട്ട മമ്മൂട്ടി, അയാൾ നിങ്ങൾക്ക് പിറകെയല്ല വന്നത്, സത്യത്തിൽ നിങ്ങളാണ് അയാളുടെ പിറകെ വന്നത്. അതായത് ഈ ദുരന്തഭൂമിയിൽ ഉൾപ്പെടെ വയനാട് ദുരന്തം സംഭവിച്ച സമയത്തുൾപ്പെടെ ഈ വലിയ മുറിപ്പാടുകൾ തീർത്ത സമയത്ത് നിമിഷം മുതൽ ആ മണ്ണിൽ ഓടിയെത്തിയവനാണ് റഫീഖ് എന്ന് പറയുന്നു. ഈ അവശേഷിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൈപ്പിടിച്ചുയർത്തുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയമില്ലായിരുന്നു, പക്ഷഭേദമില്ലായിരുന്നു, എല്ലാവരും ഒന്നായിട്ടാണ് അയാൾ കണ്ടത്. ആ നിലയിൽ നോക്കിയാൽ നിങ്ങളാണ് അയാളുടെ പുറകെ വന്നത്. അങ്ങനെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇയാളെ മാറ്റി നിർത്തപ്പെടാൻ നിങ്ങൾക്ക് അവകാശം എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണവും മമ്മൂട്ടിക്ക് നേരെ തിരിയുന്നത്. ഈ സിനിമാ ലോകത്തെ അഹങ്കാരങ്ങൾ നിങ്ങൾ മറ്റിടങ്ങളിൽ കാണിച്ചാൽ മതി, മമ്മൂട്ടിയല്ല ഏത് താരമായാലും തള്ളിപ്പറയേണ്ടയിടത്ത് തള്ളിപ്പറയും തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിൽ മമ്മൂട്ടിക്കെതിരെ ഈ സൈബർ പോരാളികൾ ഉയർത്തുന്നത്. പക്ഷേ അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് അനുകൂലിച്ചും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളും അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകളും മമ്മൂട്ടിക്ക് അനുകൂലിച്ചും വരുന്നുണ്ട്. കൂടുതലായി തന്നെ ഈ സൈബർ പോരാളികൾ മമ്മൂട്ടിയെ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെ ഉയർത്തുമ്പോൾ മമ്മൂട്ടിയെ അനുകൂലിച്ചും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടമാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു ജാഗ്രത കാണിച്ചു മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നെങ്കിലും സൈബർ പോരാളികളാണ് ഈ ഘട്ടത്തിൽ മമ്മൂട്ടിക്കെതിരെ വലിയ തോതിൽ തിരിഞ്ഞിരിക്കുന്നുള്ളത്. രാഖി, എന്തായാലും മമ്മൂട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ്. എന്തൊരു അസഹിഷ്ണുതയാണ് രമ്യ. അവിടെയാണ് നമ്മൾ ആ വിഷയത്തെ അടിവരയിട്ടുകൊണ്ട് പറയേണ്ടത്. അതായത് വിമർശനങ്ങളെ ഞങ്ങൾ ആ രീതിയിൽ സ്വീകരിക്കുമെന്ന് പറയുന്നവരാണ്, പക്ഷേ എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയാൽ പിന്നെ അവരെ വച്ചേക്കരുത് എന്ന രീതിയിലുള്ള ഒരു ഇടപാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ, അത് അങ്ങനെ തന്നെ വേണ്ടേ നോക്കിക്കാണാൻ? തീർച്ചയായും രാഖി, നമ്മൾ CPM ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണ്. അത് സ്ത്രീകൾക്കെതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എതിരഭിപ്രായം ഉയരുമ്പോൾ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം, അത് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അത് CPM പാർട്ടി പൊതുവെ ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രതിരോധിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ്. അതായത് ആരാണോ ഇത് പാർട്ടിക്കെതിരെ പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ നിൽക്കുന്നത് അവരെ കൃത്യമായി തന്നെ വ്യക്തിഹത്യ ചെയ്യുക. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു മാർഗം ഈ ഒരു വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങോടെ അയാളെ എതിർക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ള നയം തന്നെയാണ് കാലങ്ങളായി തന്നെ CPM തുടരുന്നത്. അത് നിലവിൽ ഈ വിഷയത്തിലും തുടർന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷ ചിന്താഗതി പിന്തുടരുന്ന ഒരാളാണ്. ഇത്തരത്തിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെയാണ്. അതായത് മമ്മൂട്ടി ചോദിച്ച ചോദ്യം ഇത്ര തന്നെയുള്ളൂ: കാരണം നിങ്ങൾക്ക് വേണ്ടി വന്നതായി കാരണം ഒരു നടനായി അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും മമ്മൂട്ടി അവിടെ എത്തിയിട്ടുണ്ടാവുക. ആ രീതിയിൽ ഞാൻ വന്നത് ഈ ഒരു രീതിയിലാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഒപ്പം നടക്കുകയാണെങ്കിൽ, കാരണം നിരവധി ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ജില്ലാ സെക്രട്ടറിയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്: നിങ്ങൾക്ക് വേണ്ടി വന്നതാകില്ലേ, നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്നുള്ള കാര്യമാണ് മമ്മൂട്ടി പറയുന്നതെങ്കിൽ കൂടി ഇത് കൃത്യമായി തന്നെ പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു നയമായി അവർ കാണുകയും ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു പ്രതിഷേധം, അതായത് സൈബർ സഖാക്കളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇതൊരു പ്രതിരോധമായി കാണുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി എങ്ങനെയാണ് CPM ഉപയോഗിക്കുന്നത് എന്നതിനുള്ള ഒരു തെളിവ് തന്നെയായിരുന്നു ഇന്നലെ നടന്ന സംഭവം. കാരണം അദ്ദേഹം ഒരു MLA ഒന്നും ആയിരുന്നില്ല, CPMന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് മമ്മൂട്ടിക്ക് അലോസരപ്പെടുത്തിയിട്ടുണ്ടാകും, അദ്ദേഹത്തെ അത് അലോസരപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്ര രൂക്ഷമായി
പ്രതികരിച്ചതും. കാരണം അദ്ദേഹം അവിടെ വന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിനെയാണ് ഇത്ര അസഹിഷ്ണുതയോടുകൂടി സൈബർ ആക്രമണത്തിന് ഉപയോഗിക്കാൻ CPM ഉപയോഗിച്ചത് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമാണ് നടൻ മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്.